ഹലോ എവ്രി വൺ. ഞാനൊരു ചെറിയ വെരി സിമ്പിൾ 5 minutes കറി ആയിട്ടാണ് വന്നത്. റെസിപ്പി എല്ലാവർക്കും അറിയുന്നൊക്കെ ആയിരിക്കും, നല്ലൊരു റിമൈൻഡർ പോലെ ഐ ജസ്റ്റ് ഡു ഇറ്റ്. വെരി ഈസി. നമ്മൾ കോക്കനട്ട് ഓയിൽ, പ്രിഫറബിളി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അവോക്കാഡോ ഓയിലാണ്, ബട്ട് പ്രിഫറബിളി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. മസ്റ്റർഡും പിന്നെ അതുപോലെ ഉലുവ മസ്റ്റാണ്. ഇട്ട് പൊട്ടിക്കുക. ദെൻ യു ക്യാൻ ഓൾസോ പുട്ട് ഈ നമ്മൾ ഉണക്കമുളക് ആൻഡ് കറിവേപ്പില ഓപ്ഷണൽ. കടുകും ഉലുവയും മസ്റ്റാണ്. പൊട്ടിക്കുക. ദെൻ തക്കാളി എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്യുക. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ തക്കാളി ഇട്ട് അത് സോട്ട് ചെയ്യുക. സോട്ടേ ലൈക്ക് കുക്കാവുന്നവരെ സോട്ട് ചെയ്യുക. ദെൻ വെരി ലിറ്റിൽ വാട്ടർ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. ആൻഡ് ദെൻ യു ക്യാൻ പുട്ട് 1 teaspoon ഓഫ് ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് റെസിപ്പി. മനസ്സിലായല്ലോ? അപ്പം കടുക് പൊട്ടിക്കുക, ഉലുവ പൊട്ടിക്കുക, ദെൻ ഇത് സോട്ട് ചെയ്യുക. ആൻഡ് സ്പൈസസിൽ ജസ്റ്റ് മുളക് പൊടി മാത്രം ആൻഡ് ടർമറിക്. ഓക്കെ. ആൻഡ് ഇത് ഏറ്റവും ബെസ്റ്റ് വിത്ത് റൈസാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാം. ബട്ട് ഇപ്പോൾ നമ്മളൊരു ലോങ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഉള്ളിയിട്ട കറിയാണെങ്കിൽ മേ ബി അത് സ്പോയിൽഡ് ആവും. സോ ഇഫ് യു ഡു ദിസ്, അത് സ്പോയിലാവില്ല. ചൂടത്തൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. വെരി ടേസ്റ്റ്. എനിക്കത് ചോറിൻ്റെ കൂടെയാണ് ഇഷ്ടം. എനിക്ക് ചപ്പാത്തിയുടെ കൂടെക്കാളും ചോറിൻ്റെ കൂടെ ഇഷ്ടം. പിന്നെ ഈ കറി കുറച്ച് സ്പൈസി ആയിട്ട് ഉള്ളതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തിരി മുളക് പൊടി കൂട്ടിയിടാം. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട്